ഞാനിപ്പോൾ നിൽക്കുന്നത് സാമ്പ്രാണിക്കൊടിയിലാണ്. ഫസ്റ്റ് ടൈമായിട്ട് വന്നെ, നല്ല രസമുണ്ട്, ഭയങ്കര ആളാണ്, രക്ഷയില്ല. അപ്പോൾ ഗൈസ്, മൺട്രോതുരത്തിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് സാമ്പ്രാണിക്കൊടിയിലേക്കാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഇവിടെ വന്ന വഴി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. ഇപ്പോൾ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഫുഡ് കഴിക്കാൻ വീണ്ടും പോകണമെന്ന്. പക്ഷേ അങ്ങോട്ടുള്ള എൻട്രിയാണ്. അപ്പോൾ നമുക്ക് എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 150 രൂപ വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഐലൻഡിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ബോട്ടിലാണ് പോകുന്നത്. ഒരു 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. അപ്പം ഒരു ബോട്ടിൽ 8 പേര് വെച്ചാണ് കയറുന്നത്. ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് കയറി. അപ്പോൾ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേ സൺടാണൊക്കെ അടിച്ച് എൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് കരുവാളിച്ചൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ അത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഗൈസ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് സൺടാൻ അടിക്കാതിരിക്കും, പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളൊരു വൈകുന്നേരം ഒരു 3:30-4 മണി ആ സമയത്തായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു വെയിലൊക്കെ നന്നായിട്ട് കുറവുണ്ടായിരുന്നു. ഈ സമയം ചൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിലാട്ടോ വന്ന് ഇറങ്ങുന്നത്. സൂര്യനൊക്കെ വെയിലൊക്കെ ജസ്റ്റ് ഒന്ന് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐലൻഡിൽ അതേ കുറേ മരങ്ങളുണ്ട് കേട്ടോ. ഈ മരത്തിലൊക്കെ നമുക്ക് കയറിയിരിക്കാനൊക്കെ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലോ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വരണം. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗും ഫോണും ഒക്കെ ഞാൻ വെക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഒരു ചേച്ചിയുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആ ബാഗിലേക്ക് വെച്ചു. നമ്മുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ ബാഗിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് ആ കാര്യം രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ ഷൂ ഓൾറെഡി ഞാൻ വണ്ടിയിൽ ഊരി ഇട്ടിട്ടാണ് വന്നത്. കാരണം വെള്ളത്തിൽ ഇറങ്ങും എന്നുള്ള കാര്യം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഷൂ ബുദ്ധിപൂർവ്വം ഞാൻ വണ്ടിയിൽ ഇട്ടിട്ട് പോന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നു, കുളിക്കുന്നു, എന്താ പറയുക, നീന്തുന്നു. പക്ഷെ അതിനൊന്നും ഞാൻ നിന്നില്ല. അത്രയ്ക്ക് നല്ല വെള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത്രയും ആൾക്കാരും കൂടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൽ മുങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. സാമ്പ്രാണിക്കൊടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള. ഞാൻ അവിടെയൊക്കെ കയറുന്ന ഫോട്ടോയൊക്കെ എടുത്തു. നമ്മൾ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങണം, കാരണം അത്രയ്ക്ക് തിരക്കാണ്. ആളുകൾ ഓരോരുത്തരും വന്നിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ധൃതി കൂട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ദേ വെള്ളം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ആ ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ അവൻ്റെ ഷൂ ഒക്കെ കൊടുത്തേക്കും കേട്ടോ. അമ്പാടിയുടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഷൂ ഒക്കെ നമ്മൾ വണ്ടിയിൽ ഊരിയിട്ടിട്ട് വരണം. പിന്നെ ഇവിടെ ഈ വെള്ളത്തിന് നടുക്ക് കുറച്ച് ചേച്ചിമാർ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. എന്താ കടല, പിന്നെ മിഠായികൾ, പിന്നെ അവരുടെ വേസ്റ്റ് അവർ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേറൊരു വള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ ഈ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ വേസ്റ്റ്, കാരണം എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. എനിക്ക് അങ്ങനെ ഫുഡ് അങ്ങനെ കഴിക്കണതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വഴി പോലെയുണ്ട്. അപ്പോൾ ഞാൻ ആ വഴിയിലേക്കൊന്ന് കയറി നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങി. അതിൻ്റെ ഉള്ളിലൊക്കെ കയറുന്ന ചേട്ടന്മാരൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് നല്ല രസമുണ്ട്. വെള്ളം ഇത്രയും ആളുകൾ വരുന്നതാണല്ലോ, അതിൻ്റേതായ ഒരു നീറ്റ്നെസ്സിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വെള്ളത്തിലൂടെ നടക്കുകയൊക്കെ ചെയ്യാം. കുഞ്ഞു പിള്ളേർ വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ കുറേ കുഞ്ഞു പിള്ളേരായിരുന്നു ഭയങ്കരമായിട്ട്. കാരണം അവർക്കിടെ ഒരു ഇതനുസരിച്ച് അവർക്ക് നീന്താനുള്ള വെള്ളമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇങ്ങനെ കാണുന്ന ഈ മരത്തിൽക്കൂടെയൊക്കെ കയറി ഫോട്ടോയൊക്കെ എടുക്കാം. ഞാൻ എന്നാ പറയുക, ഞാനൊരു മരം കയറി ആയതുകൊണ്ട് തന്നെ ഈ മരം ഞാൻ ഒട്ടും വിട്ടില്ല. ഞാനും മരത്തെ കയറി ഫോട്ടോയൊക്കെ എടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗൊക്കെ ചെയ്യണം കണ്ടിട്ട് ആ ചേട്ടന്മാരെന്നെ കളിയാക്കുന്നതാണ്. പക്ഷേ അതൊന്നും എനിക്ക് തീരെ പ്രശ്നമില്ല. അപ്പോൾ ആൻറ്റീനെയും കൊച്ചിനെയും ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ വേറെ ഒരു ഗ്യാങ്ങിൻ്റെ ഒപ്പം പോയി, ഇവർ വേറെ ഗ്യാങ്ങിൻ്റെ ഒപ്പം പോയി. അപ്പോൾ ഇവൻ കക്ക വരിക്കൊണ്ടിരിക്കുകയാണ്. കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വള്ളത്തിൽ പോന്നപ്പോൾ ബോട്ടിൽ പോന്നപ്പോൾ ബോട്ടുകാർ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ റൗണ്ടൊക്കെ അടിച്ചു. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് നമുക്ക് കുറച്ച് സമയം നിൽക്കാം. അത് കഴിഞ്ഞ് പിന്നെ ആ സമയം തീരാറ് 6 മണി വരെ എന്തോ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ തിരിച്ച് കരയിലേക്ക് വരണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ.